റഷ്യൻ പ്രസിഡന്റ് ഡിസംബർ മാസത്തിൽ ഇന്ത്യ സന്ദർശിക്കാനിരിക്കുകയാണെന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് ഇന്ത്യയും റഷ്യയും തമ്മിൽ നിരവധി കരാറുകൾ ഒപ്പുവയ്ക്കപ്പെടുമെന്നുള്ള റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ അത്യന്തം പ്രധാനമായ പല ബില്യൺ ഡോളർ മൂല്യമുള്ള ഒരു നിക്ഷേപം രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഐസ് ബ്രേക്കറുകളെ കുറിച്ച് നമ്മൾ നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട്. ആർട്ടിക് സമുദ്രത്തിൽ പ്രത്യേകിച്ച് റഷ്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കടൽ മാർഗങ്ങൾക്ക് ഐസ് ബ്രേക്കറുകൾ വളരെ നിർണായകമാണ്. വർഷത്തിൽ നിരവധി മാസങ്ങൾ അവിടം കനത്ത മഞ്ഞുപാളികളാൽ മറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യയ്ക്ക് ഐസ് ബ്രേക്കർ കപ്പലുകൾ അനിവാര്യമാണ്. ഈ കപ്പലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കരാർ ഉടൻ തന്നെ ഒപ്പുവയ്ക്കപ്പെടുമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഇത് റഷ്യയ്ക്ക് ഒരു നല്ല വാർത്തയായിരിക്കാം. എന്നാൽ ഈ പദ്ധതിയിൽ ഇന്ത്യക്ക് ഒരു വലിയ തന്ത്രപരമായ ലക്ഷ്യമുണ്ട്. പ്രധാനമായും രണ്ട് രാജ്യങ്ങൾക്കിടയിലെ വ്യാപാര ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനും ഒരു വലിയ പങ്കുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട സംഭവമായി തന്നെ മാറും. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദ ബന്ധം വളരെ കാലമായി സ്ഥിരതയുള്ളതും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ്. 1950കളിൽ തുടങ്ങി ഈ ബന്ധം ഇന്നുവരെയും ശക്തമായ നിലയിൽ തുടരുന്നു. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഒരു ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് മാറാൻ തുടങ്ങിയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ ദ ബെസ്റ്റ് ഡിപ്പെൻഡൻസി എന്ന ആശയത്തെ ഏറ്റെടുക്കാത്ത നിലപാട് തന്നെയാണ്. അതിനാൽ ഇന്ത്യ നിരവധി മേഖലകളിൽ റഷ്യയുമായി വ്യാപാര ബന്ധം വർദ്ധിപ്പിച്ചു. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങിയത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ അടുത്തിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നു. റഷ്യയുടെ മാരിടൈം പോർട്ട് അതോറിറ്റി ഇതിന്റെ ചെയർമാൻ നിക്കോലൈ പെറ്റിഷേവ് 2 ദിവസം മുൻപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ആ സമയത്ത് ഇത് വലിയ തരംഗം തന്നെ സൃഷ്ടിച്ചു. അതിന് കാരണം അദ്ദേഹം സാധാരണ ഒരു പോർട്ട് അതോറിറ്റി ചെയർമാൻ മാത്രം അല്ല, പുടിൻ പ്രസിഡന്റിന്റെ ഇന്നർ സർക്കിളിൽ പെടുന്ന അതിവിശിഷ്ട വ്യക്തിയാണ്. അതായത് പുടിന് ഏറ്റവും അടുത്തതും പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നൽകുന്ന പ്രമുഖരിൽ ഒരാൾ. അങ്ങനെ പുടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വസ്തരിൽ ഒരാളായിരിക്കെ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിച്ചുവെന്നത് ഏത് തരം വ്യാപാര മാറ്റങ്ങൾക്കാണ് വഴിവെക്കുക? ഇന്ത്യക്ക് ഇതിൽ നിന്നും എന്താണ് ലഭിക്കുക എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോൾ റഷ്യയുടെ ഈ പോർട്ടിൽ നിന്നുമാണ് ലഭിച്ചത്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. റഷ്യയുടെ NSR നോർത്ത് സീ റൂട്ട് എന്നത് ആർട്ടിക് സമുദ്രത്തിലൂടെ കടന്നു പോകുന്ന അത്യന്തം പ്രധാനപ്പെട്ട ഒരു കടൽ മാർഗമാണ്. എന്നാൽ ഈ മാർഗം ഉപയോഗിക്കുന്നതിൽ റഷ്യ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട് വരുന്നു. അതുപോലെ തന്നെ റഷ്യയുടെ ഉത്തര കൊറിയ അതിർത്തിക്ക് സമീപമുള്ള തുറമുഖ നഗരങ്ങളിൽ നിന്നുള്ള EMC ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ ഇങ്ങനെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി ഇതും നിലവിലുണ്ട്. ഇത് രണ്ടും റഷ്യയ്ക്ക് വളരെ തന്ത്രപരമായ വഴികളാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു കഴിഞ്ഞു. പുടിന്റെ പ്രതിനിധികൾ ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് ഈ കരാറുകൾ ഒപ്പുവയ്ക്കപ്പെടും എന്ന് പറഞ്ഞാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇതുവരെയും ലഭിച്ചിട്ടില്ലെങ്കിലും ഇത് ഏകദേശം സ്ഥിരീകരിച്ചൊരു കാര്യമായി തന്നെ കരുതുന്നു. ആദ്യം ഈ NSR നോർത്ത് സീ റൂട്ട് എന്താണ്, EMC എന്താണ്, ഇതിനെക്കുറിച്ച് ആദ്യം അറിയണം. EMCയെ കുറിച്ച് നമ്മൾ മുൻപ് വേറൊരു വീഡിയോ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ NSRനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യകത ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. റഷ്യയിലെ മുർമാൻസ് മേഖലയിൽ നിന്ന് നോക്കുമ്പോൾ ബാരന്റ് കടൽ വഴി പസഫിക് സമുദ്രം വരെ, കൂടാതെ റഷ്യയുടെ മുഴുവൻ വടക്കൻ തീരപ്രദേശം മുതൽ ജപ്പാൻ കടൽ വരെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ കടൽ വഴിയാണ് NSR. പക്ഷേ ഈ മുർമാൻസ്കിൽ നിന്നും ആരംഭിക്കുന്ന മാർഗം സാധാരണ ഒന്നല്ല. വർഷത്തിൽ ഭൂരിഭാഗം ദിവസങ്ങളും ഈ ആർട്ടിക് പ്രദേശം കനത്ത മഞ്ഞുപാളികളാലും ഐസ്ബർഗുകളും കൊണ്ട് മൂടപ്പെട്ടിരിക്കും. ഇപ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു സ്ഥിരമായ വഴിത്തടം സൃഷ്ടിക്കാനാണ് റഷ്യ ശ്രമിക്കുന്നത്. റഷ്യ ഇതിനകം തന്നെ ഈ ഒരു വഴി പരിമിതമായി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിനായി തുറക്കണമെങ്കിൽ റഷ്യ ഒരു ഭീമമായ നിക്ഷേപം നടത്തേണ്ടി വരും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഐസ് ബ്രേക്കർ ഷിപ്പ്. മഞ്ഞു തുറന്നു മാറ്റി കപ്പലുകളെ പോകാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക കപ്പൽ. ഐസ് ബ്രേക്കറുകൾ 2 തരമാണുള്ളത്. ഡീസൽ പവേർഡ് ഐസ് ബ്രേക്കറും ന്യൂക്ലിയർ പവേർഡ് ഐസ് ബ്രേക്കറും. ലോകത്തിലെ ഏതൊരു രാജ്യത്തെയും അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ഐസ് ബ്രേക്കറുകളുള്ള രാജ്യം അത് റഷ്യയാണ്. ഈ മേഖലയിൽ അവർക്ക് അതുല്യമായ ഒരു ആധിപത്യവും ഉണ്ട്. ആർട്ടിക് മേഖലയെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ഐസ് ബ്രേക്കറുകളുടെ സഹായം നിർബന്ധമാണ്. ഭാവിയിൽ കാലാവസ്ഥ മാറ്റം കാരണം ആർട്ടിക് ഐസ് ഉരുകിയാൽ അവസ്ഥ മാറുമെന്ന് പറയാം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ ഈ മേഖലയിലെ ഏകാധിപത്യത റഷ്യ തന്നെയാണ്.
ഇപ്പോൾ ഈ നോർത്ത് സീ റൂട്ട് എന്തുകൊണ്ട് ഇന്ത്യക്ക് പ്രധാനമായി മാറി എന്നതുകൂടെ അറിയണം. സാധാരണ റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്താൻ സുവേസ് കനാൽ വഴിയാണ് കപ്പലുകൾ പോകേണ്ടത്. ഇത് ഏകദേശം 16,000 കിലോമീറ്റർ ദൂരമുണ്ട്. സമയം നോക്കിയാൽ ഒരു 45 മുതൽ 50 ദിവസം വരെയും എടുക്കും. പക്ഷേ ഈ നോർത്ത് സീ റൂട്ട് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായാൽ റഷ്യയുടെ വടക്കൻ തീരപ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യയിൽ എത്താൻ വെറും 22 ദിവസം മാത്രം മതി. ഈ NSR പദ്ധതി പിന്നീട് ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ വഴി, അതായത് EMS വഴി കൂടുതൽ വ്യാപിക്കപ്പെടും. അതെന്താണെന്ന് പറഞ്ഞാൽ റഷ്യയുടെ തുറമുഖ നഗരമായ വ്ളാഡിവോസ്റ്റോക്ക് മുതൽ ഇന്ത്യയിലെ ചെന്നൈ വരെയും ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയാണിത്. NSRന്റെ കൂടെ തന്നെ EMS, ഇത് രണ്ടും ചേർന്ന ഒരു വൻ പദ്ധതിയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ഈ നോർത്ത് സീ റൂട്ട് എന്നത് ഏകദേശം 5200 കിലോമീറ്റർ നീളമുണ്ട്. പക്ഷേ ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ അതിന്റെ ഇരട്ടിയിലും കൂടുതലാണ്. ഏകദേശം 10,200 കിലോമീറ്റർ ദൂരം കവർ ചെയ്യുന്നതായിട്ടാണ് രൂപകൽപ്പന ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇത് വളരെ വലിയ തന്ത്രപരമായ പദ്ധതിയാണ്. ഓരോ വർഷവും നടക്കുന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ ഈ വിഷയങ്ങൾ ഉയർന്നു വരാറുണ്ട്. അവസാനമായി 2021 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചത്. പിന്നീട് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ ഈ യാത്രകളൊക്കെ സാധ്യമാകാതെ പോയി. തുടർന്ന് മോദി റഷ്യ സന്ദർശിക്കുമെന്ന വാർത്തകൾ വന്നെങ്കിലും അതും പലവട്ടം മാറ്റിവെക്കപ്പെട്ടു. ഇപ്പോൾ 2025 ഡിസംബർ മാസത്തിൽ പുടിൻ വീണ്ടും ഇന്ത്യ സന്ദർശിക്കുമെന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഈ സന്ദർശനത്തിൽ ഒരു വലിയ കരാർ ഒപ്പുവെക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന പ്രവർത്തനങ്ങൾ 2024 തന്നെ ആരംഭിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും ചേർന്ന് ജോയിന്റ് അണ്ടർസ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിച്ച് സാധ്യതകൾ പഠിക്കാൻ തുടങ്ങി. ഈ ട്രേഡ് റൂട്ട് ഇന്ത്യക്ക് എന്തുകൊണ്ട് പ്രാധാന്യമുള്ളതെന്ന് അറിയണ്ടേ? റഷ്യയ്ക്ക് വേണ്ടി ഇന്ത്യ ഐസ് ബ്രേക്കറുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഇതിന്റെ ലക്ഷ്യം. അത് റഷ്യക്ക് തനിച്ച് തന്നെ ചെയ്യാം. എന്നാൽ എന്തുകൊണ്ട് റഷ്യ ഇന്ത്യയോടൊരു സഹകരണം തേടി? ഇന്ത്യക്ക് ഇതിലൂടെ ലഭിക്കുന്ന ലാഭം എന്തെന്നറിയണ്ടേ? ഈ കടൽ മാർഗത്തിലൂടെ പോകുന്ന കാർഗോ മൂവ്മെന്റ്സ് തന്നെയാണ് അതിന് കാരണം. ഇപ്പോൾ നോർത്ത് സീ റൂട്ട് പ്ലസ് EMC വഴി മൊത്തത്തിൽ 60 മില്യൺ ടൺസ് കാർഗോയാണ് വർഷത്തിൽ കടന്നു പോകുന്നത്. ഈ NSR വഴി 20 മില്യൺ ടൺസും EMC വഴി 40 മില്യൺ ടൺസുമാണ്. പക്ഷേ റഷ്യയുടെ ലക്ഷ്യം 2028ഓടെ ഇത് 80 മില്യൺ ടൺസ് ആക്കുക എന്നതാണ്. 2031ഓടെ ഈ ഒരു വഴിത്തടത്തിലൂടെ 200 മില്യൺ ടൺസ് കാർഗോ ഇന്ത്യ റഷ്യക്കിടയിൽ കൊണ്ടുപോവുക. ഇങ്ങനെ 200 മില്യൺ ടൺസ് കാർഗോ ട്രാൻസ്പോർട്ട് ചെയ്താൽ റഷ്യക്ക് ലഭിക്കുന്ന വരുമാനം വർഷം തോറും 100 ബില്യൺ തൊടും. ഇവിടെ റഷ്യയുടെ ചിലവും കൂടുതലാണ്. കാരണം ഈ സീ റൂട്ട് വികസിപ്പിക്കൽ, ടോൾ സംവിധാനം സൃഷ്ടിക്കൽ, കപ്പലുകൾക്ക് ഇൻഷുറൻസ് നൽകൽ, കാർഗോ കൈകാര്യം ചെയ്യുക, ഇന്ത്യയിൽ നിന്നും നേരിട്ട് ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങുക, അവർക്കും ചിലവുകൾ കൂടുതലാണ്. അതുപോലെ ലോക സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ആശ്രയിക്കുന്നതും സുവേസ് കനാൽ തന്നെയാണ്. ആ ചോക്ക് പോയിന്റിനെ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു വലിയ പകരമാണ് ഈ പുതിയ മാർഗം. അതിലും വലുതുമായ ഒരു പകരമാർഗം സൃഷ്ടിക്കാം. ആ ഉദ്ദേശത്തോടെയാണ് ഈ ഒരു പദ്ധതി തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ ഈ പദ്ധതി പ്രവർത്തിപ്പിക്കാൻ റഷ്യക്ക് ആവശ്യമുള്ളത് ഒരു വലിയ തോതിലുള്ള ഐസ് ബ്രേക്കർ ഷിപ്പാണ്. ഇന്ത്യയുടെ സഹായവും അവർ തേടുന്നുണ്ട്. ഈ ഐസ് ബ്രേക്കറുകൾ ഇവർക്ക് ഇന്ത്യയുടെ സഹായം ഇല്ലാതെ തന്നെ റഷ്യക്ക് നിർമ്മിക്കാൻ കഴിയും. എങ്കിലും ഈ ട്രേഡ് റൂട്ടിൽ ഇന്ത്യയും ചൈനയും ഏറ്റവും വലിയ ഉപഭോക്താക്കളായി ഉൾപ്പെട്ടിരിക്കണം. അതിനാലാണ് ഇന്ത്യയുടെ പങ്കാളിത്തം തന്നെ ഈ ഒരു പദ്ധതിയുടെ ഹൃദയമായി മാറിയത്. റഷ്യൻ ഉൽപ്പന്നങ്ങളും റഷ്യയിൽ നിന്നും വരുന്ന ക്രൂഡ് ഓയിലും ഇതെല്ലാം ഇന്ത്യയും ചൈനയും ഏറെ വലിയ തോതിൽ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളാണ്. അതിനാൽ ഇവർക്ക് റഷ്യ ചില പ്രത്യേക ഇളവുകൾ നൽകേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഇങ്ങനൊരു വലിയ ഓഫർ വന്നത്. ഇന്ത്യക്ക് ലഭിക്കാനിരിക്കുന്ന ഈ കരാറുകളുടെ എല്ലാം മൊത്തം മൂല്യം 3 മുതൽ 4 ബില്യൺ ഡോളർ വരെയും എത്താമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഡീസൽ ഐസ് ബ്രേക്കറുകളുടെ നിർമ്മാണം. ഇത് ഇന്ത്യയിൽ ഡബിൾ ഡിജിറ്റ് മില്യൺ ഡോളർ വരെയും വരുമാനം കൊണ്ടുവരാനുള്ള കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ കരാർ ഇന്ത്യക്ക് ഒരു മഹത്തായ ബിസിനസ് അവസരമാണ്. റഷ്യ തന്നെ ഇങ്ങനെ ഒരു അവസരം ഇന്ത്യക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇതിലൂടെ ഇന്ത്യക്ക് അധിക ചിലവുകളൊന്നും ഇല്ലാതെ വൻതോതിൽ ഉൽപ്പന്നങ്ങൾ നീക്കിക്കൊണ്ടാനുള്ള ഒരു അവസരമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയും റഷ്യയും ചേർന്ന് ഈ 100 ബില്യൺ വിലമതിക്കുന്ന വമ്പൻ പദ്ധതി ഡിസംബർ മാസത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനും പോകുന്നു. ഇത് ഇരു രാജ്യങ്ങൾക്കും വളരെ നിർണായക ചരിത്ര നിമിഷമായിരിക്കും. ഇരു രാജ്യങ്ങളും ഇങ്ങനെ ശക്തമായി ഒന്നിച്ചു നിൽക്കുമ്പോൾ അത് അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. അവർ പൊരുതി നിൽക്കേണ്ടി വരും. റഷ്യയും ഇന്ത്യയും തുടങ്ങാനിരിക്കുന്ന ഈ പുതിയ സഖ്യത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികമായ ശക്തി അത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം എന്തെല്ലാം പ്രസ്താവനകളാണ് ഇനി പുറത്തു വരാൻ പോകുന്നത് എന്ന്. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 4 വർഷങ്ങൾക്ക് ശേഷം പ്രസിഡന്റ് പുടിൻ ഇന്ത്യ സന്ദർശിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ ഒരു മഹോത്സവമായി തന്നെ മാറും. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലർക്ക് വിശ്വാസം വരില്ലായിരിക്കാം. പക്ഷേ പുടിനെ കുറിച്ചുള്ള പോസ്റ്റുകൾ PR ഇല്ലാതെ തന്നെ സോഷ്യൽ മീഡിയ മുഴുവനും അദ്ദേഹം ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്.
അങ്ങനെ ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. കാരണം ഇന്ത്യയിൽ അദ്ദേഹത്തിന് അസാധാരണമായൊരു ജനപ്രീതി തന്നെയുണ്ട്. പോരാത്തതിന് ഇന്ത്യക്ക് ഗുണകരമായ ഒരു വലിയ കരാറും ഈ സന്ദർശനത്തിൽ ഒപ്പുവെച്ചാൽ അതിലൂടെ രാജ്യത്തുണ്ടാകുന്ന ആഘോഷം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.